പറയുന്നത് ഈ മുടിയിഴകളുടെ രഹസ്യമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതാണ് ഞങ്ങളുടെ സീക്രട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തേക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒരു പാത്രം അളവിനെടുത്തിട്ടുണ്ട്. കാരണം വെള്ളം കൂടുതൽ വേണം എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഒരു 2 സ്പൂൺ അളവിലാണ് ഉലുവ എടുത്തേക്കുന്നത്. അത് തലേ ദിവസം നന്നായിട്ട് ഇളക്കി കഞ്ഞിവെള്ളത്തിനകത്തിട്ട് അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അതിനകത്തേക്ക് ഒരു നുള്ള് അളവിൽ തേങ്ങ ഇട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം കുഞ്ഞിൻ്റെ മുടിയിൽ എണ്ണ തേക്കുന്നുള്ളതുകൊണ്ട് തേങ്ങയുടെ അളവ് ഞാൻ കുറച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ വെള്ളം ഒരുപാടുള്ളത് കൊണ്ട് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ബാക്കി ഊറ്റി മാറ്റി വെക്കുക ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഉലുവ ക്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ അരിക്കാതെയാണ് അതേപോലെ തന്നെ ഈ കഞ്ഞിവെള്ളത്തിനടുത്തോട്ട് വീണ്ടും ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറോളം വീണ്ടും അതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് വയ്ക്കും. അരിച്ച ഉലുവയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വയ്ക്കുന്നുണ്ട് ഗുണമെന്ന് വെച്ചാൽ ഒന്നും കൂടെ ആ അരപ്പ് ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ചേരും എന്നുള്ളത് കൊണ്ടിട്ടാണ്. എന്നിട്ട് ഞാനിത് അരിക്കാതെ തന്നെയാണ് കുഞ്ഞിൻ്റെ ഹെയറിൽ തേൽക്കാറുള്ളത്. കാരണം അരച്ച് കഴിഞ്ഞാൽ സത്ത് പോകുമോ എന്നുള്ള ടെൻഷനാണ്. പക്ഷേ കഴുകിക്കളയാൻ പറയുന്ന അത്രയും പാടൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നില്ല, ഒന്ന് ക്രഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുടിയിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ ആവണ്ട. ഇതാണ് കുഞ്ഞിൻ്റെ മുടി. ഒന്നുകിൽ നിങ്ങൾക്ക് നന്നായിട്ട് എണ്ണ തേച്ചും ഇത് മിശ്രിതം തേച്ചിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിക്കളയാം. പക്ഷേ ഷാമ്പൂ ഇടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം നമ്മൾ തേച്ചതിൻ്റെ ഗുണം ഇല്ലാതായി പോവും. ഇത് ചേച്ചിയുടെ മോളാണ്. ആൾക്കും ഇതുപോലെ നല്ല മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് മുടിയോട് വളർത്തുന്നതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പക്ഷെ നല്ല തിക്കുള്ള ഹെയറുമാണ്. ഈ ഷോർട്ട് ഹെയറിലൊക്കെ ആകുമ്പോൾ ഈ പാക്ക് നമുക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് കഴുകി കളയാനും എളുപ്പമായിരിക്കും. ഷോർട്ട് ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഷാമ്പു വാഷ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം മുഴുവൻ അതിനകത്തുള്ള എന്താ പറയുക തലയിലെ പൊടികളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് പൊക്കോളും. അതുകൊണ്ട് ഷാമ്പു വാഷ് ചെയ്യണ്ട. ലോങ് ഹെയർ ആണെങ്കിലും ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. നല്ല വെള്ളത്തിൽ, നല്ല പച്ച വെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മുഴുവനായിട്ടും ഒരു തരി പോലും ഇല്ലാതെ മുഴുവനായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഷാമ്പു വാഷ് ഒഴിവാക്കുക. നന്നായിട്ട് തലയോട്ടിൽ തേച്ച് ഒരു 10-15 മിനിറ്റ് ഇരുന്നതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്ത് അത് ഹെയർ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മസാജാണ്. സർക്കുലേഷൻ നന്നായിട്ട് കൂടും. അപ്പോൾ അത് നന്നായിട്ടൊരു മസാജ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ മുടി വാഷ് ചെയ്ത് കളഞ്ഞ് ഒരു ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു 4 ദിവസം എന്ന രീതിയിലെങ്കിലും ഈ ഹെയർ പാക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ കാണാൻ പറ്റും. നല്ലൊരു ഷൈനിങ് ഹെയർ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ പാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുഞ്ഞിൻ്റെ വാഷിംഗ് കഴിഞ്ഞ് മുടി ഉണങ്ങിയതിനുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അത്ര ഷൈനിങ് ആയിട്ട് ഹെയർ കിടക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.